സർക്കാർ ജീവനക്കാർക്ക് പങ്കാളിത്ത പെൻഷന് പകരമായി അഷ്വേർഡ് പെൻഷൻ നൽകുമെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ. ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ചർച്ചയും നടക്കുകയാണ്. സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ക്ഷാമബത്ത നൽകുന്നതിൽ സർക്കാർ നിഷേധാത്മകമായ നിലപാട് സ്വീകരിക്കുന്നു എന്ന വാർത്ത തെറ്റാണെന്നും ധനമന്ത്രി വ്യക്തമാക്കി. സർക്കാർ ജീവനക്കാർക്ക് വിരമിച്ച ശേഷം സാമ്പത്തിക സ്ഥിരതയോടെ ജീവിക്കാൻ പാകത്തിലുള്ള പെൻഷൻ, അതായിരുന്നു അഷ്വേർഡ് പെൻഷൻ പദ്ധതിയുടെ ലക്ഷ്യം. 2023 ബജറ്റിൽ പദ്ധതി പ്രഖ്യാപിച്ചെങ്കിലും നടപ്പാക്കാൻ ഇതുവരെ കാര്യമായ ശ്രമം ഉണ്ടായിരുന്നില്ല. ഇതിനിടെയാണ് ജീവനക്കാർക്ക് അഷ്വേർഡ് പെൻഷൻ നൽകുമെന്നും ചർച്ചകൾ നടക്കുകയാണെന്നും ധനമന്ത്രി വ്യക്തമാക്കിയത്. അഷ്വേർഡ് പെൻഷൻ കൊടുക്കും, നിങ്ങൾ നേരത്തെ പറഞ്ഞു, കഴിഞ്ഞ ബഡ്ജറ്റിൽ പറഞ്ഞതാണ്. അഷ്വേർഡ് പെൻഷൻ കൊടുക്കും. പല സംസ്ഥാനങ്ങളിലും പെൻഷൻ ഇല്ല, അതിന്റെ പ്രശ്നങ്ങൾ വരുന്നു. പിന്നെ അതുപോലെ ശമ്പള പരിഷ്കരണം സംബന്ധിച്ച് ചർച്ചയില്ല. ശമ്പളവും DAയും ആനുകൂല്യങ്ങളും നിർത്തി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നതല്ല ഇടതുപക്ഷത്തിന്റെ സമീപനം. സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ക്ഷാമബത്ത നൽകുന്നതിൽ സർക്കാർ നിഷേധാത്മകമായ നിലപാട് സ്വീകരിക്കുന്നുവെന്ന വാർത്തകൾ തെറ്റാണെന്നും DA കുടിശ്ശിക ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നൽകാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ 5 വർഷത്തിനിടെ കേരളത്തിൽ ഏകദേശം 2 ലക്ഷം കോടി രൂപയുടെ വരുമാന നഷ്ടമുണ്ടായി. കേന്ദ്ര ഗ്രാന്റുകളും വായ്പാ പരിധിയും വെട്ടിക്കുറച്ചതോടെ സാമ്പത്തിക സമ്മർദ്ദം വർദ്ധിച്ചെങ്കിലും ശമ്പളവും ആനുകൂല്യങ്ങളും നിർത്താതെ സർക്കാർ പദ്ധതികൾ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണെന്നും മന്ത്രി വ്യക്തമാക്കി. റിപ്പോർട്ടർ, തിരുവനന്തപുരം.